അഷ്താപ, ഇപ്പോൾ വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ക്ലിയറൻസ് നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണോ? ദിവ്യ, അല്പസമയം മുമ്പാണ് എയർഫോഴ്സിന്റെ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഉള്ളിൽ നിന്ന് ഓരോ മൃതദേഹങ്ങളും, പ്രത്യേകിച്ച് ഈ വിമാനത്തിലുള്ള 45 മൃതദേഹങ്ങളും വെവ്വേറെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിമാനത്തിൽ എത്തിയ മൊത്തം ഇന്ത്യക്കാരുടെ ഡോക്യുമെന്റുകൾ ക്ലിയർ ചെയ്ത് അത് പ്രത്യേകമായി തന്നെ വെരിഫൈ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓരോ ഡെഡ് ബോഡികളുടെ രേഖകൾ ഒത്തുനോക്കി അതിന്റെ ക്ലിയറൻസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് ഇത് വിട്ടു നൽകുക. 45 മൃതദേഹങ്ങളുടെയും ക്ലിയറൻസ് നടപടികൾ കൊച്ചി വിമാനത്താവളത്തിലാണ് നടക്കുക. അതിനുശേഷമായിരിക്കും 31 വിമാനങ്ങൾ ഈ പുറത്തേക്ക് കൊണ്ടുവന്ന് ബാക്കി മൃതദേഹങ്ങളുമായി ഈ വിമാനം ഡൊമസ്റ്റിക് സർവീസായി ഡൽഹിയിലേക്ക് പറക്കുക. എന്തായാലും 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, ഒരു കർണാടക സ്വദേശി, അങ്ങനെ 31 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. രാവിലെ തന്നെ മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ ഔദ്യോഗിക സ്വഭാവത്തോടു കൂടിയുള്ള ബഹുമതികൾ, ആദരാഞ്ജലികൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമാനത്താവളത്തിലുണ്ട്. ഈ 31 മൃതദേഹങ്ങളും പുറത്തേക്ക് എത്തിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം പുഷ്പചക്രം അർപ്പിച്ച് അല്ലെങ്കിൽ ഈ ബൊക്കെ അവരുടെ മൃതദേഹത്തിൽ അർപ്പിച്ചതിന് ശേഷം പിന്നീട് പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ കൂടിയുണ്ട്. ആ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ആ ഓരോ മൃതദേഹത്തിനൊപ്പവും പോലീസിന്റെ വാഹനം അനുഗമിക്കും. ആ പോലീസിന്റെ വാഹനത്തിനൊപ്പം തന്നെ ബന്ധുക്കൾക്ക് അവരുടെ കൂടെ അനുഗമിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പരമാവധി ബന്ധുക്കൾക്ക് ആംബുലൻസിൽ സ്ഥല സൗകര്യങ്ങൾക്കനുസരിച്ച് പരമാവധി ആളുകൾക്ക് ആ ആംബുലൻസിൽ പോകാനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷം അതത് വീടുകളിലേക്ക് എത്തുന്നതുവരെ പ്രത്യേകിച്ച് അതത് ജില്ലാ കളക്ടർമാരാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. അതിനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. അതത് ജില്ലാ കളക്ടർമാരും അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘവും ഈ ആംബുലൻസുകളെ കൂടെ അനുഗമിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലെത്തിക്കുക. ഒപ്പം തന്നെ തമിഴ്നാട്, കർണാടക സ്വദേശികൾക്ക് അതിർത്തി വരെ അവരുടെ കൂടെയും സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വാഹനങ്ങൾ അകമ്പടി ഉണ്ടാകും. നേരത്തെ മന്ത്രി രാജൻ പറഞ്ഞതുപോലെ സിഗ്നലുകളിലെല്ലാം ബ്ലോക്കുകൾ മുഴുവൻ ഒഴിവാക്കി മുഴുവൻ മൃതദേഹങ്ങൾക്കും സുഗമമായി വളരെ വേഗത്തിൽ തന്നെ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്താനുള്ള ഒരു ക്രമീകരണങ്ങൾ ഗ്രീൻ സിഗ്നൽ വഴി പെട്ടെന്ന് തന്നെ കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിഗ്നലുകളിലൊക്കെ പ്രത്യേകിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെ കടന്നാണ് ഈ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസ, അതോടൊപ്പം തന്നെ പാലക്കാട് വഴി വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നാണ് തമിഴ്നാട്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് പോകേണ്ടത്. അത്തരം ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ ഇങ്ങനെ ചെക്ക് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ടോൾ പ്ലാസകളും ഒക്കെ ഉണ്ട്. അവിടെങ്ങളിലെല്ലാം ഗ്രീൻ ചാനൽ വഴി കടന്നു പോകാനുള്ള പോലീസ് ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ക്രമീകരണങ്ങളും ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുണ്ട്, പി രാജീവുണ്ട്, മന്ത്രി രാജനുണ്ട്, അതോടൊപ്പം തന്നെ വീണ ജോർജ് ഉണ്ട്, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള പത്തനംതിട്ട MP ഉണ്ട്, നിരവധി ജനപ്രതിനിധികളുണ്ട്, ഹൈബി ഈഡനുണ്ട്. അങ്ങനെ MLA മാരും MP മാരും സംസ്ഥാന സർക്കാരിലെ ആളുകളും BJP പ്രതിനിധികളും UDF-ന്റെയും LDF-ന്റെയും ഒരുമിച്ചുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും രാവിലെ മുതൽ തന്നെ മുഴുവൻ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ തന്നെ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ ഉടനടി വേഗത്തിൽ തന്നെ ഡോക്യുമെന്റുകൾ ക്ലിയർ ചെയ്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് നിന്ന് കുവൈറ്റിൽ നിന്ന് എത്തുന്ന വിമാനം എന്നുള്ള നിലയ്ക്ക് അതിന്റെ രേഖകൾ ക്ലിയർ ചെയ്യാനുള്ള പ്രത്യേകിച്ച് ഒരു ഇന്ത്യയിൽ ആദ്യമായി കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിന്റെ ലാൻഡിംഗ് ക്ലിയറൻസ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെട്ട ആളുകളുടെ ഡോക്യുമെന്റുകൾ ഒത്തുനോക്കി വെരിഫൈ ചെയ്ത് ബന്ധുക്കളുടെ രേഖകളൊക്കെ മൃതദേഹം ആർക്കാണ് കൈമാറേണ്ടതെന്നുൾപ്പെടെയുള്ള രേഖകളൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു. അത്തരം ഡോക്യുമെന്റുകൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം 31 മൃതദേഹങ്ങൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും 31 പേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കും. ബാക്കി മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക്, അതിൽ ഒഡീഷ, UP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുള്ള മറ്റു ആളുകളുടെ മൃതദേഹങ്ങൾ നേരത്തെ ഈ വിമാനത്തിൽ തന്നെ ഡൊമസ്റ്റിക് സർവീസായി അങ്ങോട്ട് കൊണ്ടുപോകും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയാൽ നേരത്തെ 8:30 മണിക്ക് വിമാനം എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 10 മണിക്കെത്തും, 10:20 അങ്ങനെ 10:30 മണിയോട് കൂടിയാണ് വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ എയർഫോഴ്സിന്റെ വിമാനത്തിൽ നിന്ന് ഇപ്പോൾ മൃതദേഹങ്ങൾ ഓരോന്നായി ക്ലിയറൻസ് നടപടികൾ പുരോഗമിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ മലയാളികളുടെ ഉൾപ്പെടെ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കും. അങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി
ഈ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഇന്ത്യയിലേക്ക് എത്തുന്ന ഓരോ മൃതദേഹങ്ങളും ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതുണ്ടാവുക. അതിനുശേഷം ഈ എംബാം ചെയ്ത ഓരോ പെട്ടികളും പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയാൽ പിന്നീട് അധിക നേരം ആ ക്രമീകരണത്തിൽ നിന്ന് തെറ്റാതെ തന്നെ നേരിട്ട് ആംബുലൻസിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ആംബുലൻസിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ നോർക്ക റൂട്ട്സ് വഴി തയ്യാറാക്കിയ നിരവധി ആംബുലൻസുകൾ രാവിലെ തന്നെ വിമാനത്താവളത്തിൽ അവരുടെ വാഹനങ്ങളുടെ നമ്പർ, അതോടൊപ്പം തന്നെ ഓരോ മൃതദേഹങ്ങളും കൊണ്ടുപോകേണ്ട ആംബുലൻസുകൾ എന്നിവ പ്രത്യേകമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പോലീസിന്റെ ഗാർഡോപകരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റും. ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടി എന്ന് പറയുന്നത് എന്തായാലും അതത് ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ കീഴിൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ കീഴിൽ ഈ കാര്യങ്ങൾ ഇവിടെ ഏകോപിപ്പിക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടറാണ്. അതോടൊപ്പം തന്നെ പോലീസിന്റെ എറണാകുളം റേഞ്ച് DIG പുട്ടവിമാനത്തി ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ മൃതദേഹങ്ങൾ പിന്നീട് ആംബുലൻസിലേക്ക് കയറ്റിയാൽ വേഗത്തിൽ തന്നെ ഡെസ്റ്റിനേഷനുകളിലേക്ക് പോകേണ്ട കാസർഗോഡ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 2 മേഖലകളിലേക്കും പോകേണ്ടതുണ്ട്. അതിനുവേണ്ട ട്രാഫിക് ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അതുകൂടി ഏർപ്പെടുത്തിയതിനു ശേഷം പിന്നീടായിരിക്കും ഈ അതത് സ്ഥലങ്ങളിലേക്ക് പോകുക. എന്തായാലും ജില്ലാ കളക്ടർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതുള്ളത് ചില ഡെഡ് ബോഡികൾ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കില്ല എന്ന് ചില ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ അതത് ജില്ലാ പോലീസ് മേധാവിമാരായിരിക്കും ആ മൃതദേഹങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് അതിന്റെ മറ്റു ചുമതലകളും നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതുള്ളത്. അവരെന്തായാലും അത്തരം നടപടികളിലേക്ക് കടക്കും. അങ്ങനെ പൂർണ്ണമായും ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ വളരെ വേഗത്തിൽ മറ്റു താമസങ്ങളില്ലാതെ സംസ്ഥാന സർക്കാർ നേരിട്ട് മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഈ എത്രയും വേഗത്തിൽ തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം എത്തിക്കാനും അവരുടെ വീടുകളിൽ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ എത്തി അവിടെ പൊതുദർശനം, സർക്കാർ ചടങ്ങുകൾ ഉൾപ്പെടെ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രത്യേകിച്ച് 3 ദിവസമായി ഈ ദുരന്തം നടന്നതിന് ശേഷം 2 ദിവസമായി തന്നെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ കണ്ണീരോടെ കഴിയുന്ന ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി പലരും വിതുമ്പലോടുകൂടി ഈ പ്രവാസികളുടെ കാര്യത്തിൽ വേദനാജനകമായ അനുഭവങ്ങൾ പങ്കുവച്ചു. എന്തായാലും ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് ഓരോ മൃതദേഹങ്ങളും ഇങ്ങോട്ട് എത്താനുള്ള നീണ്ട കാത്തിരിപ്പായിരുന്നു. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നോർക്കയും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. ഇപ്പോൾ എന്തായാലും 10:30 മണിയോടുകൂടി എയർപോർട്ടിന്റെ പ്രത്യേക വിമാനത്തിൽ ഇന്ന് ഈ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. എന്തായാലും അത് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി അധികം വൈകാൻ ഇടയില്ല എന്നാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാകുന്നത്.